ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ ദൈവമക്കളെ, ദൈവമഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വാക്കുകൾ കൊണ്ട് നിങ്ങൾ കർത്താവിന് മടുപ്പ് വരുത്തിയിരിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് ഞങ്ങൾ അവിടുത്തെ അസഹ്യപ്പെടുത്തിയത്? തിന്മ പ്രവർത്തിക്കുന്ന ഏവനും കർത്താവിന് മുമ്പിൽ നല്ലവനാണ്, അവിടുന്ന് അവനിൽ പ്രസാദിക്കുന്നു എന്ന് പറയുകയും നീതിയുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തു. മലാക്കി 2:17. ദോഷം പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ലോകത്തിൽ നീതിയും സത്യവും പാലിക്കുന്നവൻ അവഗണിക്കപ്പെടുന്നു. ദൈവം ഇത് കണ്ട് നിശബ്ദനായിരിക്കുന്നതെന്ത് എന്ന ചോദ്യം ഭക്തന്മാരെ പോലും അലട്ടാറുണ്ട്. ബാബിലോണിലെ പ്രവാസകാലം കഴിഞ്ഞ് മടങ്ങിവന്ന ഇസ്രായേൽ ജനം ന്യായവും നീതിയും മുൻനിർത്തി ജീവിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും പ്രത്യേകം ശ്രദ്ധിച്ചു. ദൈവം അവരെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ശത്രുക്കൾ അവരെ അധികമധികം ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. കൃഷിനാശവും സംഭവിച്ചു. യാതൊരു നീതിബോധവും കൂടാതെ ജീവിക്കുന്നവർക്ക് അധികമധികം സമൃദ്ധിയുണ്ടാകുന്നതായും കണ്ടു. ഈ വിധ അനുഭവങ്ങളുണ്ടായപ്പോൾ ദോഷം പ്രവർത്തിക്കുന്നവർക്ക് ദൈവം എതിരല്ല എന്ന് അവർ പറഞ്ഞു. ഇത് കേട്ട പ്രവാചകൻ അവരെ ശാസിച്ച് അവരുടെ വാക്കുകളാൽ ദൈവത്തെ മുഷിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. നീതിപൂർവം നാം ജീവിച്ചിട്ടും പ്രയാസങ്ങൾ അനുഭവിക്കുകയും നീതിബോധമില്ലാതെ ജീവിച്ച് ധനം സമ്പാദിച്ചവർ നമ്മെ അപമാനിക്കുകയും ചെയ്യുവാൻ ഇടയായേക്കാം. ഒരു കാരണവശാലും ദൈവം നീതി നടത്തുകയില്ല എന്ന് പറയുവാൻ തുനിയരുത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളൊക്കെയും വൈക്കോൽ പോലെയാകും. നീതിയുടെ സൂര്യൻ ഉദിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് നിത്യസൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗസൗഖ്യവും കൊണ്ടുവരും എന്നീ വിധത്തിൽ പ്രവാചകൻ പറയുന്നു. അനീതിക്കെതിരായി ന്യായവിധി ഉണ്ടാകുമെന്ന് പ്രവാചകൻ തറപ്പിച്ചു പറഞ്ഞു. സ്വതന്ത്രനായ മനുഷ്യൻ അനീതി ചെയ്തേക്കാം, എന്നാൽ അവസാനം ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും. നിരപരാധികളായ യഹൂദരെയും ക്രിസ്ത്യാനികളെയും കൊല ചെയ്ത ഹിറ്റ്ലർ അവസാനം ആത്മഹത്യ ചെയ്തു. നാം ഒരിക്കലും നീതിമാനായ ദൈവത്തെ സംശയിക്കരുത്. ദൈവിക കോടതിയിലെ വിധിക്ക് കാലതാമസം വരാം, എന്നാൽ തെറ്റുപറ്റുകയില്ല. കർത്താവായ ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മ IMSമ്മയുടെ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.